ഗൈസ്, നിലപാടിന്റെ രാജകുമാരൻ അഖിൽമാരാരല്ല കേട്ടോ, ഇങ്ങേരാണ് നിലപാടിന്റെ രാജകുമാരൻ കേട്ടോ. പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയത് മുസ്ലിം സഹോദരങ്ങളാണ്. നമുക്കവരെ മറക്കാൻ കഴിയില്ല. അവരെ ഉപേക്ഷിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ ഇവിടുത്തെ എല്ലാ മുസ്ലിം നിങ്ങൾ നോക്കണം, മൂപ്പരിപ്പോൾ BJP ഉള്ളത് കേട്ടോ. മുസ്ലിം സഹോദരങ്ങളൊക്കെ നല്ല സംഭാവനകൾ കൊടുത്തിട്ടുള്ള, അതായത് സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്തൊക്കെ നല്ല സംഭാവനകൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് പറയുന്നത്. അപ്പോൾ മൂപ്പര് BJP അതൊന്നും ആലോചിക്കണേ. ഇപ്പോൾ പറഞ്ഞില്ലേ ഈ കൂട്ടിക്ക് വെച്ച് തന്നെ മെമ്പർഷിപ്പ് എടുത്തു മുസ്ലിം, അത് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ വീഡിയോ മുസ്ലിങ്ങളൊക്കെ എന്തായിരുന്നു എന്നുള്ളത് മൂപ്പരെന്ന് പറയുന്നത്. അവൻ വർഗീയവാദിയാണ്. വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. മുസ്ലിമാണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി. ഇന്ത്യ അല്ല അവന് വേണ്ടത്, പാകിസ്ഥാനാണ് വേണ്ടത്. പോളേ എല്ലാം പോളേ, പാകിസ്ഥാനിലേക്ക് പോളേ, എളുപ്പമുണ്ടല്ലോ. ഇത് കുറച്ച് മുമ്പുള്ള വീഡിയോ ഉണ്ടാവും. അപ്പൊ ആദ്യം മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കിയിട്ട് ഇപ്പോൾ BJP-യിലെത്തിയപ്പോൾ മുസ്ലിങ്ങളൊക്കെ നല്ല ആൾക്കാരാക്കി. ഒരു തികഞ്ഞ പരാജയമാണ് ഇന്ത്യയിൽ, ഒരു സംശയം വേണ്ട. ആദ്യം ഞാൻ വിചാരിച്ച മോദി ഒരു നല്ല പ്രധാനമന്ത്രിയാണെന്ന് എൻ്റെ ഒരു മനസ്സിൽ. പക്ഷെ ഇപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും മോശം പ്രധാനമന്ത്രി അദ്ദേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുക. റിസർവ് ബാങ്ക് കൂടെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ റിസർവ് ബാങ്ക് കൊള്ളയടിക്കുന്നത് അംഗീകരിക്കാൻ പറ്റുമോ നമുക്ക്? നോട്ട് നിരോധിച്ചു. ഞാൻ നോട്ടൊക്കെ നിരോധിച്ചപ്പം കള്ളപ്പണം പിടിക്കില്ലോ എന്ന് പറഞ്ഞു. ₹1 കള്ളപ്പണം പിടിക്കാൻ പറ്റില്ല. കണക്കെടുത്ത് നോക്കി. നോട്ട് പിൻവലിച്ചപ്പോഴോ മുഴുവൻ നോട്ടും തിരികെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കള്ളപ്പണം പിടിച്ചേ. ഇനി നിങ്ങൾ പറ, നിലപാടിന്റെ രാജകുമാരൻ അഖിൽമാരാരാണ്